നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഏതാണ്? ചാപ്റ്റർ ഒന്നല്ല, ചാപ്റ്റർ എത്രയാണ്? 7ാമത്തെ ചാപ്റ്ററാണ്. പക്ഷേ ബയോളജിയിൽ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ്പ് ഗുഡ്നെസ്, അല്ലെങ്കിൽ നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം. അപ്പോൾ ആ യൂണിറ്റിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റ് എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന ആക്ടിവിറ്റി സോൾവിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുന്നേ നമ്മളൊരു 4 പാർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അത് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നോട്ട് തരാം. ഇതിൻ്റെ നോട്ടും കൂടെ തരുമ്പോൾ നമുക്ക് ആ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആവും. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ IPM. യു നോ ദാറ്റ് ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ പെസ്റ്റ് കൺട്രോൾ. പെസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട്, കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള മാർഗ്ഗങ്ങൾ നമുക്കുണ്ട്. While selecting a pest control method, population density of the pest, nature of the crop, etc. should be considered. നമ്മളൊരു പെസ്റ്റ് കൺട്രോൾ മെത്തേഡ് സെലക്ട് ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു കീടനിയന്ത്രണ മാർഗ്ഗം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ പെസ്റ്റിൻ്റെ ഡെൻസിറ്റി, പോപ്പുലേഷൻ ഡെൻസിറ്റി, അല്ലെങ്കിൽ ആ പെസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം ആ ഫാമിൽ പെസ്റ്റ് ഉണ്ട് എന്നുള്ളത് കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ നേച്ചർ ഓഫ് ദി ക്രോപ്പ്, ആ ക്രോപ്പിൻ്റെ നേച്ചർ, ആ വിളയുടെ സ്വഭാവം എന്തൊക്കെയാണ് അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. The need of farmers is not to kill the pest but control their multiplication without any harm to the crops. ഫാർമേഴ്സിൻ്റെ നീഡെന്ന് പറയുന്നത്, അതായത് ഈ കർഷകരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇസ് നോട്ട് ടു കിൽ ഓൾ ദ പെസ്റ്റ്, എല്ലാ പെസ്റ്റിനെയും കൊല്ലുക എന്നുള്ളതല്ല. പക്ഷേ ബട്ട് കൺട്രോൾ ദെയർ മൾട്ടിപ്ലിക്കേഷൻ, അവയുടെ മൾട്ടിപ്ലിക്കേഷൻ കൺട്രോൾ ചെയ്യണം, അവ പെരുകുന്നത് തടയണം. വിത്തൗട്ട് എനി ഹാം ടു ദ ക്രോപ്സ്, എന്നാൽ ക്രോപ്സിന്, അവരുടെ വിളകൾക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാകാൻ പാടില്ല. For this, it is not always necessary to use pesticides that are harmful to the environment and human health. ഇതിന് വേണ്ടിയിട്ട് അതായത് ഈ പെസ്റ്റിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ തടയുകയും എല്ലാ പെസ്റ്റിനെയും കൊല്ലുകയും വേണ്ട എന്നുള്ളതാണ് ഈ കർഷകരുടെ ആവശ്യം. ഇതിന് വേണ്ടിയിട്ട് എന്താണ്, നോട്ട് ഓൾവേസ് നെസസറി ടു യൂസ് പെസ്റ്റിസൈഡ്സ്. എപ്പോഴും ഈ പെസ്റ്റിസൈഡ്സ് നമ്മുടെ മനുഷ്യൻ്റെ ഹെൽത്തിനെയും നമ്മുടെ എൻവയോൺമെൻറ്റിനെയും ദോഷകരമായി ബാധിക്കുന്ന പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. Integrated pest management is the use of mechanical pest control methods with different kinds of nets and traps. അതായത് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്നാണ് ഈ പറയുന്നത്. അതായത് സംയോജിത കീട നിയന്ത്രണം. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇസ് ദ യൂസ് ഓഫ് മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ്. മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യാന്ത്രിക കീട നിയന്ത്രണ മാർഗ്ഗങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നു. അതിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നെറ്റ്സ് ആൻഡ് ട്രാപ്സ്, വിവിധ തരത്തിലുള്ള വലകളും ട്രാപ്സ് എന്ന് വെച്ചാൽ കെണികളൊക്കെ. അടുത്തത് യൂട്ടിലൈസിങ് ഫ്രണ്ട്ലി പെസ്റ്റ്, മിത്രകീടങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. പിന്നെ യൂസ് ഓഫ് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് ഫോർ ഫാമിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൃഷിക്ക് വേണ്ടിയിട്ട് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ഓഫ് സീഡ്സ്, കീടബാധയൊക്കെ ചെറുക്കാൻ കഴിവുള്ള നല്ല ഇനം വിത്തിനങ്ങൾ ഉപയോഗിക്കുക. ആൻഡ് റെഡ്യൂസ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, അതിലൂടെ നമ്മൾ പെസ്റ്റിസൈഡ്സിൻ്റെ അല്ലെങ്കിൽ കീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കുക. ഇതാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഈ തന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? Integrated pest management is the use of mechanical pest control methods with different kinds of nets and traps, utilizing friendly pests, use of resistant varieties of seeds for farming, and reduce the use of pesticides. Okay. അടുത്ത നോക്കിയോളൂ. ഡ്യൂറിങ് ഇൻസ്റ്റൻസസ് ഓഫ് ഇൻക്രീസ്ഡ് പെസ്റ്റ് അറ്റാക്ക് ആൻഡ് ദ ത്രെഡ് ഓഫ് ക്രോപ്പ് ലോസ്, പെസ്റ്റിസൈഡ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ഇൻ സജസ്റ്റഡ് ക്വാണ്ടിറ്റീസ് കീപ്പിംഗ് ദ പ്രിക്കോഷൻസ്. അതായത് ഇപ്പോൾ പെസ്റ്റ് അറ്റാക്ക് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, കീടങ്ങളുടെ ആക്രമണം പെരുകുകയാണെങ്കിലോ, ആൻഡ് ദ ത്രെഡ് ഓഫ് ക്രോപ്പ് ലോസ്, അതിലൂടെ നമുക്ക് വിളനഷ്ടം, ക്രോപ്പ് ലോസ് ഉണ്ടാകുകയാണെങ്കിലോ, പെസ്റ്റിസൈഡ്സ് ഷുഡ് ബി യൂസ്ഡ്. നമ്മൾ എന്ത് ചെയ്യണം? പെസ്റ്റിസൈഡ്സ് നമ്മൾ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. എങ്ങനെയാണ്? ഓൺലി ഇൻ സജസ്റ്റഡ് ക്വാണ്ടിറ്റീസ്, ആവശ്യമായ അളവിൽ മാത്രം, ഒരു സജസ്റ്റഡ് നിർദ്ദേശിക്കപ്പെട്ട അളവ് എത്രയാണോ അത്രയും പെസ്റ്റിസൈഡ്സ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. എങ്ങനെ? കീപ് ദ പ്രിക്കോഷൻസ്, അത് മാത്രമല്ല എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനുള്ളത്? ഈ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വെറുതെ അങ്ങ് നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഒരു നമ്മുടെ കൃഷിയിടത്തിൽ തളിക്കാനോ അല്ലെങ്കിൽ ഇടാനോ ഒന്നും പാടില്ല. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട അളവുകളുണ്ട്. അതുപോലെ എന്താണ്, നമ്മൾ കുറേ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം. അങ്ങനെയൊക്കെ ചെയ്ത് മാത്രമേ പെസ്റ്റിസൈഡ്സ് നമ്മളെ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാവൂ എന്നുള്ളതാണ് ഈ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്ത് നമ്മൾ നോക്കുന്നത്
ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് അല്ലെങ്കിൽ സംയോജിത കൃഷി എന്താണെന്ന്. ഈസ് ഫാമിംഗ് ജസ്റ്റ് അബൌട്ട് ദ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ്. ഈ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് മാത്രമല്ല ഫാമിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ സസ്യങ്ങളെയൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് മാത്രമല്ല ഫാമിംഗ് എന്ന് പറയുന്നത്. വെൻ ബേർഡ്സ്, ഫിഷ് ആൻഡ് അതർ അനിമൽസ് ആർ റേസ്ഡ് അലോങ് വിത്ത് ക്രോപ്സ് ഇറ്റ് ഈസ് ആൾസോ ഫാമിംഗ്. അതായത് ബേർഡ്സിനെയും ഫിഷിനെയും മറ്റ് അനിമൽസിനെയൊക്കെ നമ്മൾ റേസ്ഡ് എന്ന് വെച്ചാൽ പരിപാലിക്കുന്നത് എലോങ് വിത്ത് ദ ക്രോപ്സിനോടൊപ്പം വിളകളോടൊപ്പം തന്നെ ബേർഡ്സിനെയും ഫിഷിനെയും മറ്റുള്ള അനിമൽസിനെയൊക്കെ നമ്മൾ റേസ് ചെയ്യുന്നത് വളർത്തിക്കൊണ്ട് വരുന്നതും എന്താണ്? അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഫാമിംഗ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് അതിൻ്റെ ഡെഫിനിഷനാണ് കേട്ടോ. ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ഇസ് ദ പ്രാക്ടീസ് ഓഫ് നർച്ചറിങ് ഡൈവേഴ്സ് ലിവിങ് ഓർഗാനിസംസ് ടുഗദർ. അതായത് ഡൈവേഴ്സ് ലിവിങ് ഓർഗാനിസംസ് എന്ന് വെച്ചാൽ വിവിധ തരത്തിലുള്ള ജീവികളെ, ലിവിങ് ഓർഗാനിസംസ് വെച്ചാൽ വിവിധ തരത്തിലുള്ള ജീവികളെ നമ്മൾ എന്ത് ചെയ്യുന്നു? നർച്ചറിങ് എന്ന് വെച്ചാൽ പരിപാലിക്കുന്നു. എങ്ങനെയാ? ടുഗദർ എന്ന് വെച്ചാൽ ഒരുമിച്ച്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടീസാണ്. എങ്ങനെ? നർച്ചറിങ് ഡൈവേഴ്സ് ലിവിങ് ഓർഗാനിസംസ് ടുഗദർ. വിവിധ തരത്തിലുള്ള ജീവനുള്ള ജീവികളെയൊക്കെ നമ്മൾ ഒരുമിച്ച് നർച്ചർ ചെയ്യുന്നത്, പരിപാലിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. Visit an integrated farm in your locality and analyze in illustration 7.4 based on indicators prepare a report on integrated farming. അതായത് നമുക്ക് താഴെ ഒരു ഇലസ്ട്രേഷൻ ഉണ്ട് 7.4. അപ്പോൾ ആ ഒരു ഇലസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ ഒരു ഇലസ്ട്രേഷനാണ്. അപ്പോൾ അതിൽ നോക്കിയിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ആ ഒരു ഇലസ്ട്രേഷൻ എന്ന് പറയുന്നത്. കണ്ടല്ലോ. പാഡി കൾട്ടിവേഷൻ ഇവിടെ നടത്തുന്നുണ്ട്, ഹെന്നിനെയും ഡക്കിനെയും വളർത്തുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ പിന്നെ വെജിറ്റബിൾ ഫാമിംഗ് ഉണ്ട്, അതുപോലെ തന്നെ റിയറിങ് ഓഫ് കാറ്റിൽ, കന്നുകാലി വളർത്തലുണ്ട്. അപ്പോൾ ഇവറ്റകളുടെയൊക്കെ പിന്നെ ഫീഡിംഗ് ആയിട്ടും പിന്നെ ഇവറ്റകളുടെ വേസ്റ്റ് ഫെർട്ടിലൈസറായിട്ടും ഇവിടെ ഓരോന്നും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പം ഇവിടെ ഇതാണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ. ഒരൊറ്റ സ്ഥലത്ത് തന്നെ എന്തൊക്കെയുണ്ട്? ഇവിടെ പാഡി കൾട്ടിവേഷൻ ഉണ്ട്, ഹെന്ന് ഡക്കുണ്ട്, അതുപോലെ വെജിറ്റബിൾ ഫാമിംഗ് ഉണ്ട്, റിയറിങ് ഓഫ് കാറ്റിലുണ്ട്, കന്നുകാലി വളർത്തൽ അല്ലേ, നെൽകൃഷി, കോഴി, താറാവ്, പച്ചക്കറി കൃഷി, ഇതെല്ലാം ഒരൊറ്റ സ്ഥലത്തുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് അല്ലെങ്കിൽ സംയോജിത കൃഷി എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള കൃഷി ഒരൊറ്റ ഫാമിങ്ങിൽ നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് നമുക്ക് തയ്യാറാക്കണം. അപ്പം നമ്മൾ ആ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന ഉള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് അഡ്വാൻറ്റേജസ് ആൻഡ് പോസിബിലിറ്റീസ്. ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതിൻ്റെ പോസിബിലിറ്റീസ്, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, പിന്നെ ഫുഡ് സേഫ്റ്റി, ഭക്ഷ്യസുരക്ഷ. ഈ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ഭക്ഷ്യസുരക്ഷയെ എത്രത്തോളം സഹായിക്കുന്നു എന്നുള്ളത്. പിന്നെ റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നത് എങ്ങനെയാണ് ഈ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് വഴി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം. ഇങ്ങനെയുള്ള ഇതിൻ്റെ ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തി വേണം നമ്മൾ എഴുതാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നത് നോക്കാം. അപ്പോൾ ആ റിപ്പോർട്ട് എഴുതുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇത് എഴുതണം. വാട്ട് ഈസ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്? ഇങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും എഴുതണ്ട. ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ താഴെ ഇതങ്ങ് എഴുതിയാൽ മതി. പിന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആയിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മളിതങ്ങനെ പഠിക്കണം. അതിനാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. വാട്ട് ഈസ് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്? എന്താണ് സംയോജിത കൃഷി? Integrated farming is the practice of nurturing diverse living organisms together. അതായത് ഡൈവേഴ്സ് ലിവിങ് ഓർഗാനിസംസ്, വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് നർച്ചറിങ് എന്ന് വെച്ചാൽ പരിപാലിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്നതിനെയാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും അതിൻ്റെ പോസിബിലിറ്റീസും നോക്കാം. എന്തൊക്കെയാണ്? ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നു. റെഡ്യൂസ്ഡ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ചെലവ് കുറയ്ക്കുന്നു അല്ലേ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ. പിന്നെന്താണ്? എൻഷുവർ മോർ സ്റ്റേബിൾ ആൻഡ് കൺസിസ്റ്റൻ്റ് ഇൻകം, നമുക്ക് സ്ഥിരതയുള്ളതും സ്ഥിരവുമായിട്ടുള്ള ഒരു ഇൻകം അല്ലെങ്കിൽ വരുമാനം ഉറപ്പുവരുത്തുന്നു. സ്ഥിരതയുള്ളതും എൻഷുവർ സ്റ്റേബിൾ ആൻഡ് കൺസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ എല്ലാ മാസവും നമുക്ക് വരുമാനം ഉണ്ടാവും, അതുപോലെ ഒരു നിശ്ചിത വരുമാനം നമുക്കുണ്ടാവും. അതാണ് സ്റ്റേബിൾ ആൻഡ് കൺസിസ്റ്റൻ്റ് ഇൻകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ലാൻഡ്, വാട്ടർ ആൻഡ് അതർ റിസോഴ്സസ്. ഈ ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷിഭൂമി, പിന്നെ വാട്ടർ ജലം അങ്ങനെയുള്ള മറ്റുള്ള റിസോഴ്സസിൻ്റെയൊക്കെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള യൂസേജ്. പിന്നെ ഇംപ്രൂവ്ഡ് സോയിൽ ഹെൽത്ത്, സോയിലിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്നു. അതായത് നമ്മൾ ഈ പറയുന്ന പെസ്റ്റിസൈഡ്സ് അതുപോലെ വീഡിസൈഡ്സ് ഒന്നും വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം
ഇപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കോഴികളുണ്ടെങ്കിൽ കോഴികൾ ഈ ചെടികളിലൊക്കെ ഉള്ള ചെറിയ ചെറിയ പ്രാണികളെയൊക്കെ കൊത്തി തിന്നും. പിന്നെ അതുപോലെ തന്നെ ഈ കോഴികളുടെ കാഷ്ടവും മറ്റേ കാറ്റിൽസിൻ്റെ അല്ലെങ്കിൽ കന്നുകാലികളുടെ കാഷ്ടവും ഒക്കെ നമുക്ക് വളമാറ്റി ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അതൊന്നും വാങ്ങിച്ച് കാശ് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ആ സോയിലിൻ്റെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നു അല്ലേ. അതാണ് ഇംപ്രൂവ്ഡ് സോയിൽ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈവൻ ഇഫ് ദർ ഇസ് ലോസ് ഇൻ വൺ ക്രോപ്പ്, ഏതെങ്കിലും ഒരു ക്രോപ്പിൽ എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചാലും ഇറ്റ് ക്യാൻ ബി കോമ്പൻസേറ്റഡ് ഫോർ ബൈ അതേഴ്സ്. മറ്റുള്ളവയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ഫുഡ് സേഫ്റ്റി, അതായത് ഭക്ഷ്യ സുരക്ഷ. ഇറ്റ് എൻഷുവേഴ്സ് ഫുഡ് സേഫ്റ്റി ബൈ പ്രൊഡ്യൂസിങ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ത്രൂ നാച്ചുറൽ പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് ആൻഡ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്. അതായത് ഇറ്റ് എൻഷുവേഴ്സ്, ഇത് ഉറപ്പാക്കുന്നു. എന്തുറപ്പാക്കുന്നു? ഫുഡ് സേഫ്റ്റി അല്ലെ, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. എങ്ങനെയാണ്? ബൈ പ്രൊഡ്യൂസിങ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്. വിവിധ തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ ഇറ്റ് എൻഷുവേഴ്സ് ഫുഡ് സേഫ്റ്റി എൻഷുവർ ചെയ്യുന്നു, ഉറപ്പാക്കുന്നു. എങ്ങനെയാണ് ഇത് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ത്രൂ നാച്ചുറൽ പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ്. ഇവിടെ യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടുള്ള പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് ആണ്. പിന്നെന്താണ്? ആൻഡ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ് നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് വളരെ കാര്യക്ഷമമായിട്ട് യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഫുഡ് സേഫ്റ്റി ഉറപ്പാക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഇവിടെ നാച്ചുറൽ പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോഴിയോ അല്ലെങ്കിൽ താറാവൊക്കെ ഈ പിന്നെ നമ്മുടെ ക്രോപ്പൊക്കെ വച്ചേക്കുന്ന ആ പാടത്ത് ചെന്നിട്ട് അവിടെയുള്ള പെസ്റ്റിനെയൊക്കെ കൊത്തി തിന്നും അല്ലേ. അങ്ങനെയൊക്കെ നമുക്ക് പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് ഇവിടെ യൂട്ടിലൈസ് ചെയ്യാം. അടുത്തത് റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുന്നു. അതെങ്ങനെയാണ്? ദ ബൈ പ്രോഡക്റ്റ് ഓഫ് വൺ ക്യാൻ ബി യൂസ്ഡ് ആസ് ഫെർട്ടിലൈസർ ഓർ ഫീഡ് ഫോർ അനദർ വിച്ച് റെഡ്യൂസസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഒരെണ്ണത്തിൻ്റെ ബൈ പ്രോഡക്റ്റ്, ഇവിടെ പലതരത്തിലുള്ള കൃഷികളാണല്ലോ ഒരൊറ്റ സ്ഥലത്ത് ചെയ്യുന്നത്. അപ്പം ഒരു തരത്തിലുള്ളതിൻ്റെ ബൈ പ്രോഡക്റ്റ് മറ്റുള്ളവയ്ക്ക് ഫെർട്ടിലൈസറായിട്ടോ അല്ലെങ്കിൽ ഫീഡായിട്ടോ തീറ്റയായിട്ടോ ഉപയോഗപ്പെടുത്തുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടു ഒരു തക്കാളി കൃഷി കണ്ടായിരുന്നു ആ ഇലസ്ട്രേഷനിൽ അല്ലേ. ഈ തക്കാളി കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന തക്കാളി മനുഷ്യൻ കഴിക്കുകയും അപ്പോൾ അത് ഫീഡായിട്ട് യൂസ് ചെയ്യുന്നു. അതുപോലെ തക്കാളി കൃഷി എടുത്ത ആ തക്കാളി നമുക്ക് പശുക്കൾക്കൊക്കെ കൊടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ പശുക്കൾക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആ ഇലകളൊക്കെ പശുക്കൾക്ക് കൊടുക്കുന്നു അല്ലേ. അപ്പം ആ തക്കാളി കൃഷിയിൽ നിന്നുള്ള ലീഫും അതിൻ്റെ സ്റ്റെമ്മും അതിൻ്റെ തക്കാളിയും ഒക്കെ നമുക്ക് പശുക്കൾക്ക് തീറ്റയായിട്ട് കൊടുക്കാം, ഫീഡായിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പശുക്കളുടെ ചാണകം ഉണ്ടല്ലോ, ആ ചാണകം തിരിച്ച് ഈ തക്കാളിക്ക് ഇട്ട് കൊടുത്താൽ അതെന്തായി മാറും? ഫെർട്ടിലൈസറായി മാറും, വളമായിട്ട് മാറും. മനസ്സിലായോ? അപ്പോൾ ദ ബൈ പ്രോഡക്റ്റ് ഓഫ് ഒരെണ്ണത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മറ്റൊന്നിന് തീറ്റ ഫീഡായിട്ടോ അല്ലെങ്കിൽ ഫെർട്ടിലൈസറായിട്ടോ യൂട്ടിലൈസ് ചെയ്യാം. മനസ്സിലായോ? അങ്ങനെ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റും. അതായത് ഈ തക്കാളിക്ക് വേണ്ടുന്ന ഫെർട്ടിലൈസർ നമുക്ക് പുറത്തുനിന്ന് വാങ്ങണ്ട. അതുപോലെ കന്നുകാലികൾക്ക് വേണ്ടുന്ന തീറ്റ പുറത്തുനിന്ന് വാങ്ങണ്ട. മനസ്സിലായോ? അങ്ങനെ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇത്രയാണ് നമ്മളതിൻ്റെ ആ റിപ്പോർട്ടായിട്ട് എഴുതേണ്ടത്. വേറെ പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് എഴുതാം കേട്ടോ. അടുത്ത മലയാളം മീഡിയംകാർക്കുള്ളത് സംയോജിത കൃഷി നേട്ടങ്ങളും സാധ്യതകളും. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കൽ, ഉൽപാദന ചെലവ് കുറയ്ക്കൽ, കൂടുതൽ സ്ഥിരതയുള്ളതും സ്ഥിരവുമായ വരുമാനം ഉറപ്പാക്കുന്നു. കൃഷിസ്ഥലം, ജലം, മറ്റ് വിഭവങ്ങൾ എന്നിവയുടെ കാര്യക്ഷമമായ ഉപയോഗം. മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഒരു വിളയിൽ നഷ്ടം സംഭവിച്ചാലും അത് മറ്റുള്ളവയിൽ നിന്നും പരിഹരിക്കാം. ഇനി ഭക്ഷ്യസുരക്ഷ. പ്രകൃതിദത്ത കീടനിയന്ത്രണ രീതികളിലൂടെയും വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിലൂടെയും വൈവിധ്യമാർന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. ഇതെന്ന് പറയുന്നത് സംയോജിത കൃഷിയാണ് കേട്ടോ. അടുത്ത ഉൽപാദന ചെലവ് കുറയ്ക്കൽ. ഒന്നിൻ്റെ ഉപോൽപ്പന്നം മറ്റൊന്നിന് വളമായോ തീറ്റയായോ ഉപയോഗിക്കാം. ഇത് ഉൽപാദന ചെലവ് കുറയ്ക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്മാർട്ട് ഫാമിങ്ങിനെ കുറിച്ചാണ്. സ്മാർട്ട് ഫാമിംഗ് ഇസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മോഡേൺ ടെക്നോളജീസ് ഓർ പ്രാക്ടീസസ് ഇൻ അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിൽ അല്ലെങ്കിൽ കൃഷിയിൽ നമ്മൾ മോഡേൺ ടെക്നോളജീസ് അല്ലെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്മാർട്ട് ഫാമിംഗ് ഇസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മോഡേൺ ടെക്നോളജീസ് ഓർ പ്രാക്ടീസസ് ഇൻ അഗ്രികൾച്ചർ. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്.
ഇനി ഡ്രോ ഇൻഫറൻസസ് ബേസ്ഡ് ഓൺ, അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഒരു ഇലസ്ട്രേഷനൊക്കെ താഴെ തന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ച് നമ്മൾ മനസ്സിലാക്കണം. ദ യങ് ഫാർമർ ഇസ് ദ സെൻറ്റർ ഓഫ് അറ്റൻഷൻ. എറണാകുളം AN, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എറണാകുളത്ത് IT മേഖലയിൽ നല്ല സാലറി ഉണ്ടായിരുന്ന ആൾ ആ ജോലി ഉപേക്ഷിച്ച് കൃഷിയിൽ വിജയം കൈവരിച്ചു. അദ്ദേഹം സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്ന ആ കൃഷി രീതിയിലൂടെയാണ് ഇതേപോലെ നല്ലൊരു വിജയം കൈവരിച്ചത് കൃഷിയിൽ. അതാണ് ഈ ഒരു പത്രവാർത്തയിൽ കൂടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നമുക്ക് ഈ സ്മാർട്ട് ഫാമിങ്ങിൻ്റെ പോസിബിലിറ്റീസ്. സ്മാർട്ട് ഫാമിങ്ങിൽ എന്തൊക്കെ വരും, എന്തൊക്കെ വച്ചിട്ട് നമുക്ക് സ്മാർട്ട് ഫാമിംഗ് കൂടുതൽ എഫക്റ്റീവ് ആക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു ഇലസ്ട്രേഷനിൽ തന്നിട്ടുള്ളത്. ഒന്നാമത് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ സ്മാർട്ട് ഫാമിംഗ് നമുക്ക് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാം. അതുപോലെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് യൂസ് ചെയ്യണം. പിന്നെ ഹൈഡ്രോപോണിക്സ്, ആ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ എയറോപോണിക്സ് എന്ന് പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സ്മാർട്ട് ഫാമിങ്ങിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവ ഓരോന്നും എന്തൊക്കെയാണ് അതിൻ്റെ പോസിബിലിറ്റീസ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഉണ്ട്, ഹൈഡ്രോപോണിക്സ് ഉണ്ട്, എയറോപോണിക്സ് ഉണ്ട്. ഇനി ഇതൊക്കെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് എങ്ങനെ നമ്മുടെ കൃഷിയിലേക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നോക്കിയോളൂ, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ നിർമ്മിത ബുദ്ധി, AI, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? നോക്കിയോളൂ. By sharing the images and information related to crops, you can find solutions to problems with the help of artificial intelligence. അതായത് ബൈ ഷെയറിങ് ഇമേജസ് ആൻഡ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ക്രോപ്സ്, ക്രോപ്പുമായിട്ട് ബന്ധപ്പെട്ട, ക്രോപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ വിളകൾ, ആ വിളകളുമായിട്ട് ബന്ധപ്പെട്ട ഇമേജസും അവയുടെ ഇൻഫർമേഷൻസും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യണം. ആരോട്? ഈ AIയോട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് സൊല്യൂഷൻസ് കിട്ടും. നമ്മുടെ പ്രോബ്ലം എന്താണോ, നമ്മുടെ വിളയുടെ ക്രോപ്പിൻ്റെ പ്രോബ്ലം എന്താണോ അതിന് സൊല്യൂഷൻസ് കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്, AI വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ബൈ ഷെയറിങ് ഇമേജസ് ആൻഡ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ക്രോപ്സുമായിട്ട് ബന്ധപ്പെട്ട ഇമേജസും പിന്നെ ക്രോപ്പുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നമ്മൾ ഷെയർ ചെയ്യണം. യു ക്യാൻ ഫൈൻഡ് സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ്, നിങ്ങൾക്ക് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻസ് ലഭിക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്തി. മനസ്സിലായല്ലോ? അപ്പോൾ AI എന്താണെന്ന് മനസ്സിലായല്ലോ. രണ്ടാമത്തത് IoT എന്താണ് അതിൻ്റെ ഫുൾ ഫോം? ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. IoT എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്താണെന്ന് നോക്കാം. With the help of sensors, moisture, fertility and pest infestation are identified and a problem-solving system is prepared with the help of machines. അതായത് സെൻസേഴ്സിൻ്റെ സഹായത്തോടു കൂടി, സെൻസറുകളുടെ സഹായത്തോടു കൂടി ഈ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ അവിടെ ഈർപ്പം, പിന്നെ അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി എന്ന് വെച്ചാൽ ബലഭൂയിഷ്ഠത, ആൻഡ് പെസ്റ്റ് ഇൻഫെസ്റ്റേഷൻ വെച്ചാൽ കീടബാധ എത്രത്തോളമുണ്ട്, ഇതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് എ പ്രോബ്ലം സോൾവിങ് സിസ്റ്റം ഈസ് പ്രിപ്പയർഡ്. എന്നിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിന് എന്ത് സോൾവിങ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് എന്ത് പരിഹാര മാർഗമാണുള്ളത് എന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. എങ്ങനെയാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രോബ്ലം സോൾവിങ് സിസ്റ്റം പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ്, മെഷീനിൻ്റെ സഹായത്തോടു കൂടി. മനസ്സിലായോ? അതാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞത്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് അല്ലെങ്കിൽ IoT എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെൻസർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അതുപോലെ തന്നെ മെഷീൻസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനി അടുത്തത് മൂന്നാമത്തതാണ് ഹൈഡ്രോപോണിക്സ്. നിങ്ങൾ ഹൈഡ്രോപോണിക്സ് എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താണ്? ഫാമിംഗ് മെത്തേഡ് വിത്തൗട്ട് സോയിൽ ഇല്ലാത്ത ഒരു കൃഷി രീതിയാണ് എന്ത് പറയുന്നത്? ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്ന ആ വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് ഇവിടെ നോക്കാം. Plants are grown in nutrient solutions and with the help of sensors, the amount of nutrients is detected and provided as needed. Plants നമ്മൾ വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണ്? ഇൻ ന്യൂട്രിയൻ സൊല്യൂഷൻ എന്ന് വെച്ചാൽ പോഷക ലായനികളിൽ, മണ്ണൊന്നുമില്ല അവിടെ, മണ്ണൊന്നും യൂസ് ചെയ്യുന്നില്ല. ന്യൂട്രിയൻ സൊല്യൂഷനിലാണ് പ്ലാന്റ്സിനെ നമ്മൾ വളർത്തിയെടുക്കുന്നത്. ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൻസേഴ്സ്, എന്നിട്ട് എന്ത് ചെയ്യുന്നു? സെൻസറിൻ്റെ സഹായത്തോടു കൂടി, വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൻസറിൻ്റെ സഹായത്തോടു കൂടി ദ എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് ഈസ് ഡിറ്റക്റ്റഡ് ആൻഡ് പ്രൊവൈഡഡ് ആസ് നീഡഡ്. ഈ ചെടികൾക്ക് എത്ര എമൗണ്ട് ന്യൂട്രിയൻസ് ആണോ വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുന്നു, എന്നിട്ടത് നൽകുന്നു, ആവശ്യമുള്ളത് നൽകുന്നു, ആവശ്യാനുസരണം അത് എന്ത് ചെയ്യുന്നു? ലഭ്യമാക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഹൈഡ്രോപോണിക്സിൽ സസ്യങ്ങൾ വളരുന്നത് എവിടെയാണ്? ന്യൂട്രിയൻ സൊല്യൂഷനിലാണ്. എന്നിട്ട് സെൻസറിൻ്റെ സഹായത്തോടു കൂടി വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൻസേഴ്സ് എന്ത് ചെയ്യുന്നു? ദ എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് ഈസ് ഡിറ്റക്റ്റഡ്. ആ ചെടികൾക്ക് എത്ര എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് ആണ് വേണ്ടത് എന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്നു, തിരിച്ചറിയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആൻഡ് പ്രൊവൈഡഡ് ആസ് നീഡഡ്. എന്നിട്ട് അത് ആവശ്യാനുസരണം നൽകുന്നു. അതാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്ന ആ ടെക്നിക്കിൽ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് എയറോപോണിക്സ് എന്ന് പറയുമ്പം ഈ
വേരുകൾ എയറിൽ ഇങ്ങനെ നിൽക്കും. അതാണ് എയറോപോണിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും വാട്ടറും ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. ആ വേരിൽ ഡയറക്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കും. പറയണത് മനസ്സിലാവുണ്ടോ? അപ്പം നോക്കിയോളൂ. വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ആർ ഡെലിവേർഡ് ടു ദ റൂട്ട്സ് ദാറ്റ് ഗ്രോ ഇൻ ടു ദ എയർ ഇൻ എ ടൈംലി മാനർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൻസേഴ്സ്. സെൻസറുകൾ ഉപയോഗപ്പെടുത്തി, അല്ലേ, സെൻസറുകളുടെ സഹായത്തോടു കൂടി എയറിലേക്ക് വളർന്നു നിൽക്കുന്ന ഈ ചെടികളുടെ വേരുകളിലേക്ക് നമ്മൾ സമയാസമയത്തിന്, ടൈംലി മാനർ, സമയാസമയത്തിന് എന്തൊക്കെ കൊടുക്കുന്നു? വാട്ടറും ന്യൂട്രിയൻസും, ജലവും പിന്നെ ഈ ന്യൂട്രിയൻസ് പോഷകങ്ങളും നൽകുന്നു. അതാണ് എയറോപോണിക്സിൽ ചെയ്യുന്നത്. അപ്പോൾ സെൻസറുകൾ ഇവിടെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചെടികൾക്ക് എപ്പോഴാണ് വാട്ടറിൻ്റെ ആവശ്യം വരുന്നത്, ചെടികൾക്ക് എപ്പോഴാണ് ന്യൂട്രിയൻസിൻ്റെ ആവശ്യം വരുന്നത്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സെൻസർ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ആ സെൻസർ മനസ്സിലാക്കി ചെടികൾക്ക് ഇപ്പോൾ കുറച്ച് വാട്ടറും ന്യൂട്രിയൻസും വേണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? അത് ഡെലിവർ ചെയ്യുന്നു. എവിടെയാണ് ഡെലിവർ ചെയ്യുന്നത്? ടു ദ റൂട്ടിലോട്ട് ഡെലിവർ ചെയ്യുന്നു. ആ റൂട്ട് എവിടെയാണ്? ദാറ്റ് ഗ്രോ ഇൻ ടു ദ എയർ. അത് എയറിലോട്ട് വളർന്നു കിടക്കുന്ന റൂട്ടിലേക്ക് ഡെലിവർ ചെയ്യുന്നു ഇൻ എ ടൈംലി മാനർ. സമയാസമയങ്ങളിൽ, എപ്പോഴും കൊടുക്കത്തില്ല, ഒരു ടൈംലി മാനറിൽ, അതായത് ഒരു യഥാസമയത്തെന്ന് പറയാം, അങ്ങനെയായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? സെൻസറുകളാണ്. സെൻസറാണ് ഇതിന് എപ്പോഴൊക്കെയാണ് വെള്ളവും ന്യൂട്രിയൻസും ഒക്കെ ആവശ്യമെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ എയറോപോണിക്സ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് സ്മാർട്ട് ഫാമിങ്ങിൽ വരുന്നത്. മനസ്സിലായോ? ഏതൊക്കെയാണ് സ്മാർട്ട് ഫാമിങ്ങിൽ വരുന്നത്? AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഹൈഡ്രോപോണിക്സ്, പിന്നെ എയറോപോണിക്സ്. ഇതൊക്കെയാണ് നമ്മുടെ സ്മാർട്ട് ഫാമിങ്ങിൻ്റെ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചോളണേ. അടുത്ത് നമുക്കിവിടെ പഠിക്കാനുള്ളത് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ എവിടെയെങ്കിലും വിൽക്കണ്ടേ? അപ്പോൾ അതാണ് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ വിപണനം എന്ന് പറയാം. ഷുഡ് ദ ഫാമിംഗ് അലോൺ ബി സ്മാർട്ട് ഇനഫ്? നമുക്ക് കൃഷി മാത്രം സ്മാർട്ടായാൽ മതിയോ? പോരാ, അല്ലേ? ഇൻ ദിസ് എറ ഓഫ് ഓൺലൈൻ മാർക്കറ്റിംഗ്, അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് ആൾസോ നീഡ്സ് ടു ബി സ്മാർട്ട്. അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിങ്ങും നമുക്ക് എന്ത് ചെയ്യണം? സ്മാർട്ട് ആവണം. Making the processes from harvest to production visible to consumers directly can increase the credibility and market value of products. Making the processes from harvest to production, അതായത് ഹാർവസ്റ്റ് മുതൽ പ്രൊഡക്ഷൻ വരെയുള്ള പ്രോസസ്സ് എന്ത് ചെയ്യണം? വിസിബിൾ ടു കൺസ്യൂമേഴ്സിന് വിസിബിൾ ആവണം. അതായത് കൺസ്യൂമേഴ്സിന് കാണാൻ കഴിഞ്ഞാൽ, എങ്ങനെ? ഡയറക്റ്റ്ലി, അല്ലെ, നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ ക്യാൻ ഇൻക്രീസ് ദ ക്രെഡിബിലിറ്റി ആൻഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് വെച്ചാൽ വിശ്വാസ്യതയും, പിന്നെ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ, വിപണി മൂല്യവും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു, വർദ്ധിക്കുന്നു, അല്ലേ? പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? This can be easily achieved through sensors, drones and AI cameras in farms. ഇത് നമുക്ക് ഈസി ആയിട്ട് സാധ്യമാക്കാൻ കഴിയും. എങ്ങനെയാണ്? ഡ്രോൺസിൻ്റെ സഹായത്തോടു കൂടി, സെൻസറിൻ്റെ സഹായത്തോടു കൂടി, AI ക്യാമറാസ് ഒക്കെ നമ്മുടെ ഫാമിൽ സ്ഥാപിച്ച് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ കഴിയും. Through this, it's also possible to deliver the products directly to the consumers worldwide. ഇതിലൂടെ നമുക്ക് ഈ വേൾഡ് വൈഡിലുള്ള, അതായത് ആഗോള തരത്തിലുള്ള കൺസ്യൂമേഴ്സിന് നമ്മുടെ പ്രോഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഡെലിവർ ചെയ്യാൻ കഴിയും, അതായത് എത്തിച്ചു കൊടുക്കാൻ കഴിയും. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ആൻഡ് ഇൻക്രീസ് ദ ഗ്ലോബൽ മാർക്കറ്റിംഗ് പൊട്ടൻഷ്യൽ ഓഫ് പ്രോഡക്ട്സ് വിത്ത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്സ്. അപ്പം എന്താണ് ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് എന്ന് പറഞ്ഞാൽ? ഭൗമ സൂചിക പദവി എന്ന് പറയും. ചില പ്രോഡക്ട്സിന് ഈ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് അല്ലെങ്കിൽ GI ടാഗ് ലഭ്യമാകും. അതിനെക്കുറിച്ച് താഴോട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഈ യൂണിറ്റിൻ്റെ താഴോട്ട് പറയുന്നുണ്ട്. അത് ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങൾ നമുക്ക് എന്താണ്? ഒരുപാട് ആവശ്യക്കാരുണ്ടാവും, അല്ലേ? അതിനൊരു പ്രത്യേക പദവി ലഭിച്ചില്ലേ? GI ടാഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് അല്ലെങ്കിൽ ഭൗമസൂചിക പദവി ലഭിച്ചില്ലേ? അപ്പോൾ അതിനെന്താണ്? ഡിമാൻഡ് കൂടും, അല്ലേ? അതിന് ഡിമാൻഡ് കൂടും. അപ്പോൾ അത് ആഗോള തലത്തിലായിരിക്കും ഡിമാൻഡ് കൂടുന്നത്, അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻക്രീസ് ദ ഗ്ലോബൽ മാർക്കറ്റിംഗ് പൊട്ടൻഷ്യൽ ഓഫ് പ്രോഡക്ട്സ് വിത്ത് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. ഗ്ലോബൽ മാർക്കറ്റിംഗ് പൊട്ടൻഷ്യൽ, അതായത് ആഗോള വിപണന സാധ്യത, അത് നമുക്ക് എന്ത് ഇൻക്രീസ് ചെയ്യാൻ കഴിയും? എങ്ങനെയുള്ള പ്രോഡക്ട്സിന്? ഈ GI ടാഗൊക്കെ ലഭിച്ചിട്ടുള്ള പ്രോഡക്ട്സിന്. അത്രയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതാ ഇവിടെ പറയുന്നുണ്ട് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, അതായത് ഭൗമ സൂചിക. എന്താണ്? എഫേർട്സ് അണ്ടർവേ, അതായത് ഇവിടെ കേരള കാഷ്യൂവിന് ഭൗമസൂചിക പദവിക്ക് ശ്രമിക്കുന്നു എന്നുള്ള ഒരു ന്യൂസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കൊല്ലമാണല്ലോ കേരള കാഷ്യൂനട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ കേരള കശുവണ്ടി എന്ന പേരിൽ ഭൗമസൂചിക പദവി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള സംസ്ഥാനം ശ്രമിക്കുന്നു എന്ന ഒരു ന്യൂസാണ് ഈ തന്നിട്ടുള്ളത്.
ഹാവൻ യു ഒബ്സർവ് ദ ന്യൂസ് റിപ്പോർട്ട്? നിങ്ങൾ ഈ ന്യൂസ് റിപ്പോർട്ട് വായിച്ചില്ലേ? ദ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഈസ് ഗ്രാൻഡഡ് ബേസ്ഡ് ഓൺ ദ യൂണിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ജിയോഗ്രഫിക്കൽ ഏരിയ വെയർ ദ പ്രോഡക്റ്റ് ഈസ് കൾട്ടിവേറ്റഡ്, റിസൾട്ടിംഗ് ഇൻ ഡിസ്റ്റിങ് ഡിഫറൻസസ് ഇൻ ദ പ്രോഡക്ട്സ് ടേസ്റ്റ്, കളർ, അരോമ ആൻഡ് ന്യൂട്രീഷണൽ വാല്യൂ. കൃഷി ചെയ്യുന്ന ഈ ഒരു പ്രോഡക്റ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ സവിശേഷതയ്ക്കനുസരിച്ച് ആ ഉൽപ്പന്നങ്ങളുടെ രുചി, അവയുടെ നിറം, അതിൻ്റെ മണം, അതിൻ്റെ പോഷക ഗുണം എന്നിവയ്ക്കൊക്കെ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ദിസ് ഈസ് വൈ സർട്ടൻ പ്രോഡക്ട്സ് ഫ്രം സ്പെസിഫിക് റീജിയൻസ് റിസീവ്സ് GI ടാഗ്. അതിലൂടെയാണ് ചില ഉൽപ്പന്നങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, GI ടാഗ് ലഭിക്കുന്നത്. സച്ച് പ്രോഡക്ട്സ് ഗെറ്റ് എ പ്രീമിയം വാല്യൂ ഇൻ ദ മാർക്കറ്റ്. അങ്ങനെയുള്ള പ്രോഡക്ട്സിന്, ഇങ്ങനെ ഈ GI ടാഗ് ലഭിച്ച പ്രോഡക്ട്സിന് പ്രീമിയം വാല്യൂ ലഭിക്കുന്നു മാർക്കറ്റിൽ. അതായത് പ്രീമിയം വാല്യൂ എന്ന് വെച്ചാൽ വളരെയധികം നല്ല മൂല്യം ലഭിക്കുന്നു, അല്ലേ? നല്ല വാല്യൂ അല്ലെങ്കിൽ നല്ല മൂല്യം ലഭിക്കുന്നു. Some examples of agricultural products that received geographical indication are given below. Find out more products. അതായത് ഇവിടെ താഴെ കുറച്ച് പ്രോഡക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ GI ടാഗ് ലഭിച്ച പ്രോഡക്ട്സ് ആണ്. ഏതൊക്കെയാണ്? പാലക്കാടൻ മട്ട റൈസ്, പാലക്കാടൻ മട്ട അരി, പിന്നെ മലബാർ പെപ്പർ, മലബാർ കുരുമുളക്. അടുത്തത് കുറ്റ്യാട്ടൂർ മാങ്കോ, അതായത് കുറ്റ്യാട്ടൂർ മാങ്ങ, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, ദെൻ തിരൂർ വെറ്റില. ഇതൊക്കെ എന്താണ്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡൈവേഴ്സിറ്റി ഇൻ അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിലെ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ കൃഷിയിലെ വൈവിധ്യം. ഈസ് അഗ്രികൾച്ചർ ഓൺലി അബൌട്ട് പ്രൊഡ്യൂസിങ് ഫുഡ്? ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുക എന്നത് മാത്രമാണോ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ? അൺലൈസ് ദ ഗിവൻ കൊളാഷ് ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് പ്രിപ്പയർ നോട്ട്. ഇലസ്ട്രേഷൻ 7.6 താഴെയുണ്ട്. അതനുസരിച്ച് നമ്മൾ ആ ഒരു ഇലസ്ട്രേഷൻ നോക്കിയിട്ട് ആ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയിട്ട് നമ്മളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മുടെ കൊളാഷ് എന്ന് പറയുന്നത് ഇലസ്ട്രേഷൻ 7.6 നോക്കിയോളൂ. ഫാമിംഗ് ഫോർ ബനാന ലീഫ്. നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഫാമിംഗ് ഫോർ ബനാന ലീഫ്. ബനാന ലീഫിന് വേണ്ടിയിട്ട് നമുക്ക് ഫാം ചെയ്യാം. അടുത്തത് ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഉദ്യാന കൃഷി എന്ന് പറയും. അതായത് നമ്മൾ ഈ പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെടികളുടെ ആ ഒരു കൃഷി. പോൾട്രി ഫാമിംഗ് അറിയാമല്ലോ, പക്ഷിയൊക്കെ വളർത്തുന്നത്. പിന്നെ മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ, ഔഷധ സസ്യങ്ങളുടെ കൃഷി. പിന്നെ ബീറ്റിൽ കൾട്ടിവേഷൻ എന്ന് വെച്ചാൽ വെറ്റില കൃഷി. പിന്നെ ഫ്ലോറികൾച്ചർ, പുഷ്പകൃഷി. പിന്നെ ഓർണമെൻ്റൽ ഫിഷ് ഫാമിംഗ്, അലങ്കാര മത്സ്യകൃഷി. പിന്നെ റേസിംഗ് പെറ്റ്സ്, അതായത് നമ്മുടെ പെറ്റിനെയൊക്കെ വളർത്തുന്നത്. ഇതൊക്കെ പലതരത്തിലുള്ള കൃഷി രീതിയാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈസ് അഗ്രികൾച്ചർ ഈസ് ഓൺലി അബൌട്ട് പ്രൊഡ്യൂസിങ് ഫുഡ്? പ്രിപ്പയർ എ നോട്ട്. അഗ്രികൾച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഈ ഫുഡ് ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമാണോ? അതിനെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, അഗ്രികൾച്ചർ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് പ്രൊഡ്യൂസിങ് ഫുഡ്. അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. ദെയർ ആർ വേരിയസ് അതർ ഫാമിംഗ് മെത്തേഡ്സ്. മറ്റ് ചില കൃഷി രീതികളും ഉണ്ട്. ഏതൊക്കെയാണ്? ഫാമിംഗ് ഫോർ ബനാന ലീഫ്, ബനാന ലീഫിന് വേണ്ടിയിട്ടുള്ള ഫാമിംഗ്. ഹോർട്ടിക്കൾച്ചർ, പോൾട്രി ഫാമിംഗ്, മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ, ബീറ്റിൽ കൾട്ടിവേഷൻ, ഫ്ലോറികൾച്ചർ, ഓർണമെൻ്റൽ ഫിഷ് ഫാമിംഗ്, റേസിംഗ് പെറ്റ്സ്, എക്സെട്ര സം ഓഫ് ദം. ഈ പറയുന്നതൊക്കെ അവയിൽ ചിലതാണ്. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഇത്തിരി നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത്. ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമാണോ കൃഷി? ഒരു കുറിപ്പ് തയ്യാറാക്കുക. കൃഷി എന്നത് വെറും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കൽ മാത്രമല്ല, മറ്റു പല കൃഷി രീതികളുമുണ്ട്. വാഴയില കൃഷി, പൂന്തോട്ട പരിപാലനം, കോഴി വളർത്തൽ, ഔഷധ സസ്യകൃഷി, വെറ്റില കൃഷി, പുഷ്പകൃഷി, അലങ്കാര മത്സ്യകൃഷി, ഓമന മൃഗങ്ങളെ വളർത്തൽ തുടങ്ങിയവ അവയിൽ ചിലതാണ്. ഇതിൽ പോൾട്രി ഫാമിംഗ്, കോഴി വളർത്തൽ എന്നാണ് കിടക്കുന്നത്. കോഴി വളർത്തലല്ല, എന്താണ്, പക്ഷി വളർത്തലാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ മാറ്റിക്കൊള്ളണേ, പക്ഷി വളർത്തൽ എന്നാക്കിക്കൊള്ളണം. കോഴി വളർത്തൽ മാറ്റിയിട്ട് അവിടെ പക്ഷി വളർത്തൽ എന്നാക്കിക്കൊള്ളണം കേട്ടോ. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഡൈവേഴ്സിഫയിങ് അഗ്രികൾച്ചർ? കൃഷിയുടെ വൈവിധ്യവൽക്കരണം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് എഴുതാതാക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഡൈവേഴ്സിഫയിങ് അഗ്രികൾച്ചർ? കൃഷിയുടെ വൈവിധ്യവൽക്കരണം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ്. ചിലവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഇൻകം ക്യാൻ ബി ഇൻക്രീസ്ഡ്. വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും. പിന്നെ ലിമിറ്റഡ് സ്പേസ് നീഡഡ് ഫോർ ഫാമിംഗ്. ഫാമിങ്ങിന് വളരെ കുറച്ച് സ്ഥലം മതിയാവും. വളരെ കുറച്ച് സ്ഥലം ഫാമിങ്ങിന് അല്ലെങ്കിൽ കൃഷിക്ക് മതിയാകും. മനസ്സിലായോ? വിച്ച് ഓഫ് ദീസ് ക്യാൻ ബി ഡൺ ഈവൻ ബൈ ദോസ് വിത്ത് ലിമിറ്റഡ് സ്പേസ്? ഈ പറയുന്നതിൽ ഏതൊക്കെയാണ് നമുക്ക് വളരെ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ പോലും നടത്താൻ കഴിയുന്നത്? ഏതൊക്കെയാണ്? ഓർണമെൻ്റൽ ഫിഷ് ഫാമിംഗ്, അലങ്കാര മത്സ്യകൃഷി. പിന്നെ റേസിംഗ് പെറ്റ്സ്, ഓമന മൃഗങ്ങളെ വളർത്തൽ. ഹോർട്ടിക്കൾച്ചർ, ഉദ്യാന കൃഷി. ഫ്ലോറികൾച്ചർ, പുഷ്പകൃഷി. ഇതൊക്കെ നമുക്ക് ലോ സ്പേസിൽ നടത്താവുന്ന ഫാമിംഗ് മെത്തേഡ്സ് ആണ്. അടുത്തത് മൊബൈൽ ആപ്സ് ഫോർ ഫാമേഴ്സിനായിട്ട് അല്ലെങ്കിൽ കർഷകർക്കായിട്ടുള്ള മൊബൈൽ ആപ്പുകൾ.
There are apps that provide weather forecast, pest and disease alerts, expert agricultural advice, market price information, benefit scheme for farmers and information on organic certification. അതായത് ഈ കാലാവസ്ഥാ മുന്നറിയിപ്പ്, കീടരോഗബാധ മുന്നറിയിപ്പ്, കൃഷി സംബന്ധമായിട്ടുള്ള വിദഗ്ധ ഉപദേശങ്ങൾ, വിപണി നിലവാരം, പിന്നെ കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഇതെല്ലാം നമുക്ക് ആപ്പിലൂടെ ലഭ്യമാകുന്നുണ്ട്. ഇഫ് ദീസ് ഫെസിലിറ്റീസ് ആർ പ്രോപ്പർലി യൂട്ടിലൈസ്ഡ്, ദ അഗ്രികൾച്ചറൽ സെക്ടർ വിൽ അൺഡൗട്ടഡ്ലി ഫ്ലറിഷ്. അതായത് ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ള വേയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടർ കൂടുതൽ എന്ത് ചെയ്യുന്നു, ഫ്ലറിഷ് ആവും, അതായത് കൂടുതൽ കരുത്താർജിക്കും. എൻഷുറിങ് ന്യൂട്രീഷ്യസ് ഫുഡ് ഫോർ ഓൾ ഈസ് എ ചലഞ്ച്. എല്ലാവർക്കും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോഷക സമ്പുഷ്ടമായ ഫുഡ് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു ചലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വിത്ത് ഡേ ബൈ ഡേ ഇൻക്രീസിങ് പോപ്പുലേഷൻ, ഓരോ ദിവസം കഴിയും തോറും ഈ പോപ്പുലേഷൻ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും, ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ചേഞ്ചിങ് ഫുഡ് ഹാബിറ്റ്സ് മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? പിന്നെ എന്താ പറയുക, എക്സ്പാൻഷൻ ആൻഡ് മോഡേണൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ഈസ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ വ്യാപനം എന്ന് പറയുന്നതും പിന്നെ അതിൻ്റെ ആധുനികവൽക്കരണം, അതാണ് മോഡേണൈസേഷൻ എന്ന് പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബയോളജിയുടെ ഫസ്റ്റ് യൂണിറ്റും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്